മലപ്പുറം പാണ്ടിക്കാട് സ്കൂൾ കവാടത്തിൽ ആശങ്ക ഉയർത്തി ട്രാൻസ്ഫോമർ. ഒറവംപുറം GUP സ്കൂളിന് മുന്നിലാണ് അപകടകരമായ രീതിയിൽ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് കൈയെത്താവുന്ന ദൂരത്തിലാണ് ഫ്യൂസ്. ട്രാൻസ്ഫോമറിൽ നിന്ന് തീപ്പൊരിയും ചെറിയ പൊട്ടിത്തെറികളും പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. നാട്ടുകാരും PTA കമ്മിറ്റിയും പലതവണ പരാതിപ്പെട്ടിട്ടും KSEB നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം. ഒറവംപുറത്ത് വളരെ തിരക്കേറിയ റോഡിൻ്റെ വളവിൽ ഉള്ള ഒരു സ്ഥലത്താണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ തൊട്ട് മുൻവശത്താണ് നമ്മുടെ KSEBയുടെ ഒരു ട്രാൻസ്ഫോമർ അപകട ഭീഷണിയിൽ വർഷങ്ങളോളമായിട്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഏറ്റവും ഇടിയും മഴയൊക്കെ ഉള്ള സമയത്ത് സ്പാർക്കിങ്ങും അതുപോലെ അതിൽ നിന്ന് വളരെ ഭീകരമായ ശബ്ദങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ഒരു അപകട ഭീഷണി നേരിട്ടുകൊണ്ടാണ് ഈ സ്കൂളിൻ്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കുട്ടികൾക്ക് സ്കൂൾ വിടുന്ന സമയത്ത് മാറി നിൽക്കാൻ പോലും അവിടെ റോഡ് സൈഡിൽ സ്ഥലമില്ല. വളരെ തിരക്കേറിയ റോഡ് കൂടിയായി മാറിയതോടുകൂടി വളരെ പ്രയാസത്തിലാണ്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് അഷ്കർ അലി കരിമ്പ. ഒറവംപുറം GUP സ്കൂളിൽ ഈ പ്രശ്നം കണ്ടിട്ട് അതിൽ ഇടപെടാത്തത് എന്താണ്? കൊല്ലം തേവലക്കരയിലെ സംഭവം, മിഥുനുണ്ടായ ദുരനുഭവം നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ? സുജ, പാണ്ടിക്കാട് സെക്ഷൻ KSEB ഓഫീസിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ഒറവംപുറം GP സ്കൂളിന് തൊട്ട് മുമ്പിലുള്ള അല്ലെങ്കിൽ പ്രഭാഷണ കവാടത്തോട് ചേർന്നുള്ള ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇത് അപകട ഭീഷണിയിലാണ് എന്നുള്ള അല്ലെങ്കിൽ അപകടാവസ്ഥ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പലതവണ ഈ PTA കമ്മിറ്റിയും നാട്ടുകാരും ഒക്കെ തന്നെ ഈ KSEB ഓഫീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ KSEB അധികൃതർ പറയുന്നത് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇനി ഏതെങ്കിലും വിധത്തിൽ അത് അവിടെ നിന്ന് മാറ്റി സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ ചെലവ് PTA വഹിക്കണം, അല്ലെങ്കിൽ സ്കൂൾ വഹിക്കണം എന്നുള്ള നിലപാടാണ് KSEBയുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആശങ്ക ഉയർത്തിക്കൊണ്ട് തന്നെ ആ ട്രാൻസ്ഫോമർ ഈ സ്കൂളിൻ്റെ പ്രവേശന കവാടത്തിൽ തന്നെ നിൽക്കുന്നത്. പലപ്പോഴായി അതിൽ നിന്നും ഭീകരമായ തോതിൽ പൊട്ടിത്തെറികളും തീപ്പൊരികളും ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. ഒരു ദിവസം സ്കൂൾ വിട്ട സമയത്ത് ഇത്തരത്തിൽ വലിയ തോതിൽ തീപ്പൊരി ഉണ്ടാവുകയും ഭീകരമായ ശബ്ദം ഉണ്ടാവുകയും ചെയ്തതോടെ കുട്ടികളൊക്കെ തന്നെ ഭയന്നോടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായ സംഭവങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ ഇത് മാറ്റണമെന്നുള്ള ആവശ്യം തുടർച്ചയായി ഉന്നയിക്കുന്നത്. മാത്രമല്ല, ചെറിയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ ട്രാൻസ്ഫോമർ ഫ്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ അനുബന്ധ ഉപകരണങ്ങളൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് കൈയിട്ടാൽ എത്തിപ്പിടിക്കാവുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. സ്വാഭാവികമായും ഒരു അപകടകരമായ സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇത്തരത്തിലൊരു അടിയന്തര വിഷയമായിട്ട് പോലും KSEB ഇതുവരെ ഉണർന്ന് പ്രവർത്തിക്കുകയോ അത് മാറ്റി സ്ഥാപിക്കാൻ, അവിടെ നിന്ന് അത് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറാവുകയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധവും ആരോപണവും പാണ്ടിക്കാട് ഒറവംപുറത്തുള്ള GP സ്കൂൾ PTA കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നും ഉയർത്തുന്നതും. സുജിയ. ഓക്കെ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. ഒറവംപുറം GUP സ്കൂളിന് മുന്നിലാണ്. പരാതി പലതവണ വന്നതാണ്. KSEB ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. ഫ്യൂസൊക്കെ കയ്യെത്താവുന്ന അകലത്തിലിരിക്കുന്നത് ആ രീതിയിലാണോ ഒരു സ്കൂളിന് മുന്നിൽ വരേണ്ടത് എന്നതുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ